ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ നെല്ലിക്ക അച്ചാർ. നെല്ലിക്ക അച്ചാർ ഇടാൻ പ്രത്യേകിച്ചൊരു വീഡിയോയുടെ ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. എന്നാൽ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന ഈ രീതിയിൽ നെല്ലിക്ക അച്ചാർ ഇട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒരു വ്യത്യസ്തമായൊരു രീതിയിലാണ് ഈ നെല്ലിക്ക അച്ചാർ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. നെല്ലിക്ക ഞാനൊരു 4 ദിവസം മുന്നേ തന്നെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നെല്ലിക്ക ഉപ്പിലിട്ട് വെക്കാന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം. നെല്ലിക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറേയേറെ പച്ചമുളക് അല്ലെങ്കിൽ കാന്താരിമുളക്, പിന്നെ കുറച്ച് കല്ലുപ്പ്, ആവശ്യത്തിന് വെള്ളവും പിന്നെ നമ്മുടെ നെല്ലിക്കയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഒരു ഭരണിയിലാക്കി അടച്ചു വെച്ചാൽ മതി. ഇങ്ങനെ തയ്യാറാക്കി വെക്കുന്ന നെല്ലിക്ക എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ജാറിലോ ഭരണിയിലോ സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര മാസം വരെ വേണമെങ്കിലും കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കും. ഈ രീതിയിൽ ഉപ്പിലിട്ട് വെച്ച നെല്ലിക്ക ഞാനൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഒരു ചീനച്ചട്ടി ചൂടാകാനായിട്ട് വെച്ചു. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തു. കടുകെണ്ണയോ നല്ലെണ്ണയോ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എണ്ണ കുറച്ച് കൂടുതൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അച്ചാർ ആയതുകൊണ്ട് തന്നെ കേടുകൂടാതിരിക്കാൻ എണ്ണ കുറച്ച് അധികം ആവശ്യമാണ്. കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൽ ചേർത്തിരിക്കുന്ന ഇഞ്ചിക്കും വെളുത്തുള്ളിക്കും ഒന്നും പ്രത്യേകം കണക്കില്ല കേട്ടോ. എന്നാൽ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഇത്രയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഫ്ലെയിം സിമ്മിലിട്ട് വേണം ചെയ്യാൻ. പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം നമ്മൾ നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചിരുന്ന ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളത്തിൽ ആ ഉപ്പും എരിവും മുളകിൻ്റെ എരിവും എല്ലാം പിടിച്ച് ആ നെല്ലിക്കയുടെ ടേസ്റ്റും ഒക്കെ ആയിട്ട് നല്ലൊരു ഗ്രേവിയാണ് കേട്ടോ ഇത്. ഈ വെള്ളം നല്ലതുപോലെ വെട്ടി തിളച്ച് വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അല്ലെങ്കിൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന് കേടായി പോകും. ഉപ്പ് വേണമെങ്കിൽ മാത്രം ടേസ്റ്റ് നോക്കിയിട്ട് അല്പം ചേർത്ത് കൊടുക്കണം. നിങ്ങളുടെ ഈ കായപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ഈ സമയം ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്ത വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അച്ചാറിൻ്റെ മസാല കറക്റ്റായിട്ടത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഒരു മണിക്കൂറൊക്കെ ഞാൻ ഈ മസാല റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മസാല നല്ലതുപോലെ ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം. മസാലയിൽ ഉപ്പൊക്കെ കറക്റ്റ് അല്ലെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കണം. ഈ സമയം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെല്ലിക്കയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നനവില്ലാത്ത ഒരു കോട്ടൺ ടവൽ ഉപയോഗിച്ച് നെല്ലിക്ക ഒന്ന് തുടച്ചിട്ട് ഇടുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. കാരണം കുറേ നാളിത് കേടുകൂടാതിരിക്കും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അരപ്പ് ഈ നെല്ലിക്കയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലതായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒരുപാട് നാൾ വെച്ചിരുന്നിട്ട് ഉപയോഗിക്കണ്ട കേട്ടോ. നമുക്ക് അപ്പം തന്നെ എടുത്ത് കഴിക്കാം. കാരണം നമ്മൾ നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ച സമയത്ത് നെല്ലിക്കയിലേക്ക് ആവശ്യത്തിന് ഉപ്പും എരിവും എല്ലാം പിടിച്ച് നല്ലതായിട്ടാണ് ഇരിക്കുന്നത്. കഴിക്കാൻ പാകത്തിനാണ് ഉള്ളത് നെല്ലിക്ക. ഈ രീതിയിൽ നെല്ലിക്ക അച്ചാർ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പറയാതെ തന്നെ അറിയാം, കാണുമ്പോൾ തന്നെ അറിയാം, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഒരു തവണ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണും വരെ ബൈ.